ഒരാളുണ്ടായിരുന്നു, മൗനത്തിൽ ജീവിച്ച് മൗനത്തിൽ അലിഞ്ഞ ജീവിതത്തിൻ്റെ സുഗന്ധത്തെ, മാധുര്യത്തെ, അതിൻ്റെ മനോഹരിതയെ അറിഞ്ഞ് അതിൽ അലിഞ്ഞ് ജീവിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, കനിവിൻ്റെ, ദയയുടെ നിറവാണ്. അങ്ങനെയുള്ള ഒരാളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിറവാണ്. അങ്ങനെ അയാളുടെ ജീവിതം മനോഹരമായി ജീവിച്ചു പോകുമ്പോൾ കുറച്ച് യുവാക്കൾ വന്ന ഇയാളോട് ചോദിച്ചു, അങ്ങ് വളരെ ശാന്തനായി ജീവിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങ് അനുഭവിക്കുന്ന ഈ ശാന്തിക്ക് എന്താണ് കാരണം? ഞങ്ങൾക്കത് അറിയണമെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവബോധത്തോടെയാണ് ചെയ്യുക. ഞാൻ നടക്കുകയാണെന്നുള്ള ബോധം എന്നിൽ ഉണ്ടാവുന്നു. ഇരിക്കുകയാണെന്നുള്ള അറിവ് എന്നിൽ ഉണ്ടാവുന്നു. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൻ്റെ രുചിയും മണവും അറിയുന്നു. അത് കഴിക്കുന്ന സമയത്ത് അതിൽ അലിഞ്ഞു ചേരുമ്പോൾ അതിലെനിക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ നിരീക്ഷിക്കും, എൻ്റെ വികാരങ്ങളെ നിരീക്ഷിക്കും. ഓരോ നിമിഷവും ഞാൻ എന്നെ നിരീക്ഷിച്ചാണ് നടക്കുന്നത്. ആ നിരീക്ഷണം എന്നിലുണ്ടാകുമ്പോഴാണ് ഞാൻ പുറം കാഴ്ചകളിലേക്ക് എൻ്റെ ശ്രദ്ധ പോകുന്നില്ല. ചില സമയത്ത് എന്നിലും നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ വരും. ആ സമയത്ത് ഞാൻ എന്നെ നിരീക്ഷിക്കും. ആളുകൾ എന്നെ കുറ്റപ്പെടുത്താറുണ്ട്, എന്നെ അപമാനിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ നോക്കാറുള്ളത്. ആ സമയത്തുണ്ടാകുന്ന ചിന്തകളെ, വികാരങ്ങളെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുന്നു. ആ ശ്രദ്ധിക്കല്ല എൻ്റെ ഉള്ളിൽ മൗനം നിറയുമ്പോഴാണ് ആ മൗനത്തോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ തന്നെ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ തന്നെ ചില സമയത്ത് ആ സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ സൃഷ്ടിക്കാറുണ്ട്. ഞാൻ ചില സമയത്ത് ആളുകളോട് കോപപ്പെടാറുണ്ട്. ആ കോപപ്പെടുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ശരിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ വേദന ഇല്ലാതാകുന്നത് വരെ, അത് പോകുന്നത് വരെ ഒന്നുകിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ വരികയോ അല്ലെങ്കിൽ ഞാൻ ആ സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിക്കുകയോ ചെയ്യും. ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെ കൂടുതലായിട്ട് ശക്തനാക്കാനാണ്. മനസ്സിന് ആ ഒരു ശക്തി ഉണ്ടാകുമ്പോഴാണ് അതിജീവിക്കാൻ കഴിയുന്നത്. ഈ അതിജീവിക്കുന്നതിലൂടെ ഉറപ്പുള്ള ഒരു ശക്തിയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും.
ഇതാണ് എൻ്റെ ജീവിതം. അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കിയിട്ട് ജീവിക്കാൻ തുടങ്ങണം. അങ്ങനെ ഒരുക്കാനും ജീവിക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ